വഖഫ് ഭേദഗതി ബില്ലിന് JPC അംഗീകാരം നൽകിയിരിക്കുകയാണ്. NDA അംഗങ്ങൾ മുന്നോട്ട് വച്ച 14 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. BJP നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ നിന്നുള്ള ഭേദഗതികൾ അംഗീകരിച്ചതിന് ശേഷവും പ്രതിപക്ഷ മാറ്റങ്ങൾ നിരസിച്ചതിന് ശേഷവും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നു. വഖഫ് സ്വത്തുക്കളുടെ മികച്ച നിയന്ത്രണത്തിനായി 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്യുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത് തന്നെ. ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി BJP നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അംഗങ്ങൾ നിർദ്ദേശിച്ച 14 മാറ്റങ്ങളും അംഗീകരിച്ചുകൊണ്ട് ജനുവരി 27 തിങ്കളാഴ്ച വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ബില്ല് പാസാക്കിയിരിക്കുന്നു. രാജ്യത്ത് മുസ്ലിം ചാരിറ്റബിൾ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിയന്ത്രിക്കുന്ന വഖഫ് നിയമങ്ങളിൽ 44 മാറ്റങ്ങൾ വരുത്താൻ ബില്ല് ശ്രമിക്കുന്നു. എന്നിരുന്നാലും കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി രീതിയിൽ വോട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം തന്നെ നിരസിക്കപ്പെടുകയായിരുന്നു. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് ഓഗസ്റ്റ് 8 2024 വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ സംയുക്ത കമ്മിറ്റിക്ക് റഫർ ചെയ്തിരുന്നു. വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ഉള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കുന്നതിനായി 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്യുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്. BJP MP ജഗദംബിക പാൽ നയിച്ച കമ്മിറ്റിയിലേക്ക് മൊത്തത്തിൽ 66 ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. 23 എണ്ണം ഭരണകക്ഷിയായ BJPയുടെ MPമാരും 44 എണ്ണം പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്നുമാണ്. 44 ഭേദഗതികൾ ചർച്ച ചെയ്യപ്പെട്ടു. 6 മാസത്തിനിടെ നടന്ന വിശദമായ ചർച്ചകളിൽ വ്യാപിച്ചു കിടക്കുന്ന എല്ലാ അംഗങ്ങളിൽ നിന്നും ഞങ്ങൾ ഭേദഗതികൾ തേടിയെന്നും ഇത് ഞങ്ങളുടെ അവസാന യോഗമായിരുന്നു എന്നും ഭൂരിപക്ഷ വോട്ട് അടിസ്ഥാനത്തിൽ 14 എണ്ണം കമ്മിറ്റി അംഗീകരിച്ചു എന്നും പാൽ വാർത്താ ഏജൻസികളോട് പറഞ്ഞു. പ്രതിപക്ഷ MPമാർ നിർദ്ദേശിച്ച മാറ്റങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തതിനെ തുടർന്ന് നിരസിക്കപ്പെട്ടിരുന്നു. പാനലിൽ BJPയിൽ നിന്നോ സഖ്യകക്ഷികളിൽ നിന്നോ 16 MPമാരും പ്രതിപക്ഷത്ത് നിന്ന് 10 പേരും മാത്രമേയുള്ളൂ. പ്രതിപക്ഷവും ഭേദഗതികൾ നിർദ്ദേശിച്ചു. ഓരോന്നും വോട്ടിനിട്ട് അവരുടേതിനെ നിർദ്ദേശിച്ച ഭേദഗതികൾ പിന്തുണച്ച് 10 വോട്ടുകളും എതിർത്ത് 16 വോട്ടുകളും ലഭിച്ചു. പാൽ പറഞ്ഞു. 14 മാറ്റങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ജനുവരി 29 നടക്കും. അന്തിമ റിപ്പോർട്ട് ജനുവരി 31 സമർപ്പിക്കും. പാനൽ നടപടികൾ കൈകാര്യം ചെയ്യുന്നതിൽ JPC ചെയർമാൻ പക്ഷാപാതം കാണിച്ചതായി പ്രതിപക്ഷം ആരോപിച്ചു. ഫെബ്രുവരി 5 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയെടുക്കാൻ പാൽ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് കഴിഞ്ഞയാഴ്ച പ്രതിപക്ഷ MPമാർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് കത്തെഴുതിയിരുന്നു. നിർദ്ദേശിച്ച മാറ്റങ്ങൾ പഠിക്കാൻ സമയം നൽകുന്നില്ലെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് 10 പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് അപ്പീൽ നൽകിയത് തന്നെ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് കേന്ദ്ര വഖഫ് കൗൺസിലിന്റെയും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും വിശാലമായ ഘടന കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി വ്യവസ്ഥ ചെയ്യുന്ന വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ JPCക്ക് അയച്ചിരുന്നു. നിലവിലുള്ള വഖഫ് നിയമത്തിലെ നിരവധി വ്യവസ്ഥകൾ വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമം റദ്ദാക്കാൻ ബില്ല് നിർദ്ദേശിക്കുന്നു. കേന്ദ്ര സംസ്ഥാന വഖഫ് സ്ഥാപനങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെയും മുസ്ലിങ്ങളല്ലാത്തവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത് ഉൾപ്പെടെ നിലവിലെ നിയമത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഇത് വാദിക്കുന്നു. വഖഫ് സ്വത്താണോ സർക്കാർ ഭൂമിയാണോ എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കളക്ടർക്ക് അധികാരം നൽകുന്നതാണ് ബിൽ. 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനും ഒരു മുസ്ലിം അല്ലാത്ത ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ അനുവദിക്കുന്നതിനും ബില്ല് നിർദ്ദേശിക്കുന്നു. വഖഫ് ബോർഡുകളുടെ ഏകപക്ഷീയമായ അധികാരം കുറയ്ക്കുന്നതിനാണ് ഈ ഭേദഗതികൾ ഉദ്ദേശിക്കുന്നതെന്ന് എതിരാളികൾ പറയുന്നു. നിലവിലുള്ള വഖഫ് നിയമം നിർബന്ധിത പരിശോധന കൂടാതെ ഏതെങ്കിലും സ്വത്ത് വഖഫായി അവകാശപ്പെടാൻ ബോർഡുകളെ അനുവദിക്കുന്നു. എന്തായാലും ഈ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ വളരെ വലിയൊരു നീക്കമാണെന്നതിനെ കുറിച്ച് സംശയമില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് പാസാക്കി എടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം വളരെ വലിയ തോതിൽ എതിർത്തിരുന്നു എങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ ആ എതിർപ്പിനൊന്നും തന്നെ യാതൊരുവിധ വിലയും കൊടുക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് പാസാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു നേട്ടമായി മാറുമെന്ന കാര്യവും ഉറപ്പാണ്.